ഇസ്രയേൽ യുദ്ധം തോൽക്കാൻ പോവുകയാണ്. വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു വാർത്തയാണ്. അത് വാസ്തവമുള്ള കാര്യമാണോ? ഡയറക്റ്റായിട്ട് വാഷിങ്ടൺ പോസ്റ്റ് അങ്ങനെ പറയുന്നില്ല, പക്ഷേ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. കാരണം ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. മിസൈലാണ് അയക്കുന്നത്. അത് വിമാനത്തിൽ പോയി വിമാനത്തിൽ നിന്ന് ബോംബുകൾ മിസൈലുകൾ അയക്കുകയാണ്. അതുകൂടാതെ ഇസ്രയേലിലേക്ക് ഇറാൻ നിരന്തരം മിസൈലുകൾ അയക്കുന്നുണ്ട്. അത് അയക്കുന്നത് ഒരു വേവ്സ് ആയിട്ടാണ്. വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹമാസ് ഇസ്രയേലിൽ നേരെ അയക്കുന്നറിയാം. 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും അയക്കും. പാകിസ്ഥാൻ നമ്മളോട് ചെയ്ത് അങ്ങനെയാണ്. 100, 300 എണ്ണം 400 എണ്ണം ഒരുമിച്ച് അയക്കും. അപ്പോൾ ഇത് പ്രതിരോധിക്കുന്നതിന് എല്ലാത്തിനും വെടിവെച്ചിടണമല്ലോ. ചിലത് വന്ന് ലക്ഷ്യത്തിൽ വീഴും. അതുകൊണ്ട് വ്യോമ പ്രതിരോധം എത്ര സുഗമമായി എത്ര കൃത്യമായി നടത്തിയാലും ചിലതെങ്കിലും ലക്ഷ്യത്തിലെത്തും എന്ന് കണക്കാക്കിയിട്ടാണ് വിടുന്നത്. അപ്പോൾ 400 എണ്ണം അവിടുന്ന് വിട്ടാൽ ഇവിടുന്ന് 400 മിസൈൽ അയക്കണം ഇതിനെ തകർക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ അല്ല ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കും. ഇസ്രയേൽ അവരുടെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ, ഡേവിഡ് സ്ലിംഗ്, ആരോ, അയൺ ഡോം, പിന്നെ പാട്രിയറ്റ് മിസൈലുകൾ, അതുകൂടാതെ അമേരിക്ക വച്ചിരിക്കുന്ന താഡ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രതിരോധിക്കുന്നത്. അപ്പോൾ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ കണക്ക്, അപ്പോൾ ഇങ്ങനെ പ്രതിരോധം മാത്രമല്ല ആക്രമണവും നടത്തണം. അപ്പോൾ ഇത് വലിയ തോതിൽ ഇസ്രയേലിൻ്റെ ആവനാഴിയിലുള്ള മിസൈലുകൾ തീരുകയാണ്. പ്രതിരോധിക്കാനും ആക്രമിക്കാനും ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ട്. മിസൈലുകളുടെ എണ്ണം തീരുന്നു. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഹമാസ് ചെയ്തതുപോലെയാണ്. ഇറാൻ്റെ മിസൈലുകൾ ഈ പറഞ്ഞ പോലെ അയക്കുന്ന മിസൈലുകൾ എല്ലാം ഏറ്റവും ആധുനികമൊന്നുമല്ല. അവർ ലോക്കൽ മെയ്ഡ് സാധനമൊക്കെ അയക്കുന്നുണ്ട്. ഈ ലോക്കൽ മെയ്ഡ് സാധനമാണെങ്കിലും പ്രതിരോധിക്കാൻ ഇവിടുന്ന് അയക്കുന്നത് ഏറ്റവും വില കൂടിയ മിസൈലുകൾ കൊണ്ടാണ് ഇസ്രയേൽ പ്രതിരോധിക്കുന്നത്. എന്നിട്ട് പോലും ചിലതെല്ലാം അവിടെ വന്ന് വീഴുന്നുണ്ട്. ലോക്കൽ മെയ്ഡ് മാത്രമല്ല, ഫത്ത പോലെയുള്ള ഹൈപ്പർസോണിക് ഫത്ത 1 പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും അവർ അയക്കുന്നുണ്ട്. അതിൻ്റെ കൂടാതെ ഇപ്പം ഹമാസ് അയച്ചുകൊണ്ടിരുന്ന റോക്കറ്റുകൾ നിന്നറിയോ, അവിടെയുള്ള വീടുകളിലൊക്കെ പോയിട്ട് അവർ വാട്ടർ പൈപ്പുകൾ, വെള്ളം പോകുന്ന വലിയ വീടിയുടെ പൈപ്പ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിന് വാർഹെഡും വെച്ചിട്ട് വെടിമരുന്നും നിറച്ചിട്ട് അത് കത്തിച്ച് വിടുകയാണ് ഒക്കെയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കുന്നതും ഇസ്രയേലിൻ്റെ ഈ ഡേവിഡ് സ്ലിംഗും അയൺ ഡോമും ആരോഗ്യമൊക്കെയാണ്. എക്സ്പെൻസീവാണ്. അതായത് ഫത്ത 1 എന്ന് പറയുന്ന ഒരു മിസൈലിന് $2 ലക്ഷം വില. എന്ന് പറഞ്ഞാൽ 1.6 crore, 1,60 ലക്ഷം രൂപ വില വരും ഒരു ഫത്ത ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ചാൽ. ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ മിസൈലാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത്. എത്ര ചിലവെന്നറിയോ? 25 കോടി. അതായത് 1,60 ലക്ഷം, 1.5 കോടിക്ക് 10 ലക്ഷം കൂടുതൽ വിലയുള്ള ഫത്തയെ അയക്കാൻ 25 കോടിയുടെ മിസൈൽ ഇസ്രയേൽ അയക്കേണ്ടി വരുന്നു. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് ഓരോ രാത്രിയും ഇസ്രയേലികൾ ഉറങ്ങുന്നതിന്, സമാധാനപരമായി മിസൈൽ ആക്രമണം ഉണ്ടാവാതെ ഉറങ്ങുന്നതിന് ഇപ്പോൾ പ്രതിദിനം 2300 കോടി രൂപ ചെലവഴിക്കേണ്ടത് ഇസ്രയേൽ പ്രതിദിനം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നു. എന്നിട്ട് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത് ഇങ്ങനെ പോയാൽ 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസം പിടിച്ചു നിൽക്കാനുള്ള മിസൈൽ ശേഖരമേ ഇസ്രയേലിൻ്റെ പക്കലുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഇറാൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രയേലിനെ ക്ഷീണിപ്പിക്കുകയാണ്. ഇറാൻ്റെ പക്കൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് മുഴുവൻ ചുമ്മാ അയക്കാം. വ്യോമ പ്രതിരോധ സംവിധാനമൊന്നുമില്ല. ആകാശം തുറന്നു കിടക്കുക. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇഷ്ടംപോലെ വിമാനം പറപ്പിച്ച് നടത്താം. കാരണം എയർ ഡിഫൻസ് എന്ന് പറഞ്ഞ സംവിധാനമില്ല. ട്രംപും നെതന്യാഹുവും പറഞ്ഞു കഴിഞ്ഞു ഇറാൻ്റെ ആകാശം ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിരോധിക്കാൻ അയക്കേണ്ട, ആക്രമിക്കാൻ വേണ്ടി മാത്രം അയച്ചാൽ മതി. ഇത് ഒരു യുദ്ധത്തിൽ ഒരു സ്ട്രാറ്റജിയാണ്. നിരന്തരം ഇങ്ങനെ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുക, അതിന് വലിയ ചിലവൊന്നും ഇല്ലാത്ത മിസൈൽ അയക്കുക, അവിടുന്ന് വലിയ ചിലവേറിയ മിസൈൽ കൊണ്ട് പ്രതിരോധിക്കുക. ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇവിടെ ലോക്കൽ മെയ്ഡ് എന്ന് പറയുന്ന പോലുള്ള സാധനം ഉണ്ടാക്കി ഇസ്രയേലിലേക്ക് ഇറാൻ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ര ലോക്കൽ മെയ്ഡ് അല്ല കേട്ടോ, 2000 കിലോമീറ്റർ എത്തേണ്ട റേഞ്ചുള്ള മിസൈലുകളാണ്. എന്നാലും ചിലവ് വെച്ച് വരുമ്പോൾ ഇസ്രയേലിൻ്റെ പ്രതിരോധ മിസൈലുകളുടെ 10-1 പോലും ചിലവില്ലാത്ത സാധനം അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എതിരാളിയെ ക്ഷീണിപ്പിക്കുക എന്നൊരു തന്ത്രമുണ്ട്. ഇറാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, ഇവൻ പ്രതിരോധിക്കും, അവൻ്റെ കയ്യിലുള്ള ആയുധവും തീരും, അവൻ്റെ പണവും തീരും. അങ്ങനെ ഇറാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ ക്ഷീണിപ്പിക്കാനുള്ള പണിയാണെന്നാണ് ഡിഫൻസ് വിദഗ്ധർ ഇപ്പോൾ കരുതുന്നത്. ഇങ്ങനെ പോയാൽ ഇസ്രയേലിന് 10-11 ദിവസത്തിനകം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, സംഗതി മുഴുവൻ തീരും. പിന്നെന്ത് ചെയ്യും? പിന്നെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വരും, അമേരിക്ക സഹായിക്കേണ്ടി വരും. ഇങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ സഹായം കിട്ടിയില്ലെങ്കിൽ ഇസ്രയേൽ ഇനി മുന്നോട്ട് പോകത്തില്ല.
ഇതാണ് പ്രധാനപ്പെട്ട. പുറപ്പെട്ടു, ഇപ്പോൾ പുലിപ്പുറത്ത് കയറിയതുപോലെ ഇസ്രായേൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ഈ യുദ്ധം പുലിയുടെ പുറത്തു നിന്ന് ഇറങ്ങിയാൽ പണി തീരും എന്ന് പറയുന്നത് പോലെ യുദ്ധം നിർത്തിയാൽ ഇസ്രായേൽ തീർന്നു. കാരണം പൊളിറ്റിക്കലി തീരും. കാരണം ഈ ഇറാനെ ഇപ്പം തവിട് പൊടിയാക്കുമെന്ന് പറഞ്ഞു വന്നിട്ട് ഫോർദോ എന്ന് പറയുന്ന മലയ്ക്കുള്ളിലുള്ള ആണവ കേന്ദ്രത്തിൽ ആണവായുധങ്ങൾ ഉണ്ട്, 9 ആണവായുധങ്ങൾ വരെ ഉണ്ട് എന്നിപ്പം അമേരിക്ക തന്നെ പറയുന്ന സാഹചര്യത്തിൽ അതിനെ തൊടാൻ പോലും കഴിയുന്നില്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റു എന്ന് പറയേണ്ടി വരും. അതെ. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ര എഫക്റ്റീവ് അല്ല. അവിടെ ഇന്നലെ ഒരു ആശുപത്രിയുടെ മീതെ മിസൈൽ വീണിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇസ്രായേൽ തന്നെ പുറത്തു വിടുന്നതാണ്. ഇതേപോലെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഈ കാഷ്വാലിറ്റീസൊക്കെ ചിലതൊക്കെ AI വഴി കൃത്രിമമായി ഉണ്ടാക്കിയ വീഡിയോ ആണെന്നൊക്കെ പറയുന്നൊരു നാരേറ്റീവ് ഉണ്ട്. നമുക്കറിയില്ല അതിന് കൃത്യം. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോൾ ഒരു കുടുക്കിലാണെന്ന് പറയാം. കാരണം ആയുധം തീരുന്നു, പണം തീരുന്നു. നമ്മളിത് പറയുമ്പോൾ മറ്റൊന്ന് ഓർക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് 11 തവണ നമ്മൾ S-400 ചാർജ് ചെയ്തിട്ടുള്ളൂ. S-400 കൊണ്ട് നമ്മൾ ഈ 3-4 ദിവസം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ചെറുക്കാൻ 11 തവണയെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അതും ഹ്യൂജ് എക്സ്പെൻസാണ്, വലിയ ചിലവാണ്. S-400 ഓരോ തവണ പ്രയോഗിക്കുമ്പോഴും വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത കോടികളാണ് പറയുന്നത്. നമ്മുടെ ആളുകളുടെ ജീവനാണ് പ്രധാനം, രാജ്യമാണ് പ്രധാനം. എന്നാൽ പോലും അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഞാൻ ഈയിടെ ഒരു ഡിഫൻസ് സൈറ്റിൽ വായിച്ചൊരു കാര്യം പറയാം. പാകിസ്ഥാനും ഇന്ത്യയും കൂടെ അടിയുണ്ടാക്കി. ഈ അടി എന്ന് പറയുന്നത് ഒരു സൗഹൃദ തല്ലായിട്ട് കൂട്ടിയാൽ മതി. വേണമെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിലുള്ള മാരകമായ ആയുധങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചതിനേക്കാളും മാരകമായി അവർ ചെയ്തതുപോലെ വേവ്സ് ആയിട്ട് തരംഗം പോലെ 500ഉം 1000ഉം മിസൈലുകൾ ഒരുമിച്ച് പാകിസ്ഥാനിലേക്ക് വിട്ടാൽ പാകിസ്ഥാൻ്റെ പണിയൊക്കെ തീർന്നു പോകുമായിരുന്നു. അത് തന്നെ പാകിസ്ഥാനും ചെയ്യായിരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകളൊക്കെ അയച്ചു, 300-400 ഡ്രോണുകളൊക്കെ അയച്ചു. പക്ഷേ പാകിസ്ഥാനും ഇതുപോലെ ഡ്രോണുകൾക്ക് പകരം പാകിസ്ഥാൻ്റെ പക്കലുള്ള മിസൈലുകൾ പാകിസ്ഥാൻ അയച്ചിട്ടുണ്ട്, നമ്മളതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. പക്ഷേ പാകിസ്ഥാനും ഇറാൻ ചെയ്യുന്നത് പോലെ ഒരു 500 മിസൈൽ 1000 മിസൈലൊക്കെ ഒരുമിച്ച് ഇന്ത്യയിലേക്ക് അയച്ചാൽ നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തവിടുപിടിക്കും. അപ്പോൾ ഇത് ഇന്ത്യയും ചെയ്തില്ല, പാകിസ്ഥാനും ചെയ്തില്ല. നമ്മൾ നാളെയും കാണേണ്ടവരല്ലേ എന്നുള്ള കരുതലോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റി രണ്ടുപേരെയും വിലക്കണം. എന്നാൽ സമ്പൂർണ്ണ നാശം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവരുതെന്നുള്ള കരുതലോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഏറ്റുമുട്ടിയതെന്ന് ഒരു ഡിഫൻസ് സൈറ്റിൽ ഞാൻ വായിച്ചു. ശരിയാവാം, തെറ്റാവാം. പക്ഷേ ആലോചിക്കുമ്പോൾ അതിനകത്തൊരു ലോജിക്കുണ്ട്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇറാൻ ചെയ്യുന്നത് മിസൈലുകൾ 200 എണ്ണം 300 എണ്ണം ഒരുമിച്ച് വിടുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം തുടർന്നു പോകുമ്പോൾ ഇപ്പം നമ്മൾ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയുടെ താട് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. അതെ. ആ സാധനം അവിടെ കൊണ്ടുവച്ചിട്ടും മിസൈലൊക്കെ വന്ന് ഇസ്രായേലിൽ വീഴുന്നുണ്ട്, ടെല്ലവീവിൽ വീഴുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ എയർ ഡിഫൻസ് ആയിരുന്നു ഏറ്റവും മെച്ചമെന്ന് ഇപ്പോൾ ഇതിനിടയ്ക്ക് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇസ്രായേൽ എന്ത് ചെയ്യും എന്ന് പറയും. അതുകൊണ്ടാണ് അമേരിക്കയിൽ ഇപ്പോൾ വ്യാപകമായി ബോർഡുകൾ കാണുന്നു, മിസ്റ്റർ പ്രസിഡൻറ്റ് ഫിനിഷ് ഇറ്റ്. ട്രംപിൻ്റെ പടം വെച്ചിട്ട് അമേരിക്കയിൽ മാത്രമല്ല ഇസ്രായേലിലും ഫ്ലക്സ് ബോർഡുകൾ വരുന്നു. പ്രസിഡൻ്റെ ട്രംപെ വന്ന് അവനെ പണി തീർക്ക്, ഫിനിഷ് ദ ജോബ് എന്നും പറഞ്ഞ് ഇടപെടുക. കാരണം അമേരിക്ക ഇടപെടണം എന്ന് കാര്യമായി ഇസ്രായേൽ ജനങ്ങളും ഇസ്രായേലും ആഗ്രഹിക്കാനുള്ള ഒരു കാരണം ഇസ്രായേലിൻ്റെ ആവനാഴി ശൂന്യമാവുകയാണ്. അമേരിക്ക ഈ ഘട്ടത്തിൽ ഇടപെട്ടില്ലെങ്കിൽ, ആയുധം കൊടുത്തില്ലെങ്കിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ പരാജയത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം വ്യോമ പ്രതിരോധ സംവിധാനവും ആക്രമിക്കാനുള്ള മിസൈലുകളും തീർന്നാൽ ഇസ്രായേലിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് ചെയ്യാനുള്ള ഒറ്റ മാർഗം ഇസ്രായേലിൻ്റെ പക്കൽ ഏതാണ്ട് 100ഓളം ആണവായുധങ്ങളുണ്ട്. ഇതെടുത്തങ്ങ് പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഇന്നലെ മറ്റൊരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കിയപ്പോൾ ഇറാൻ്റെ ഒരു ഭാഗത്ത് 2500 ഏക്കറോളം സ്ഥലം വിജനമായി പാഴായി കിടക്കുന്നു. അവിടെ ഇറാൻ്റെ അതീവ രഹസ്യമായ ഒരു ആണവ ആയുധ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വാർത്ത വിദേശ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത കണ്ടു. അതിൻ്റെ ആധികാരികമായ ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനിടയ്ക്ക് ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെയും UK-യുടെയും എല്ലാ യുദ്ധക്കപ്പലുകളും ബഹ്റിനിലുണ്ടായിരുന്നത് അവിടെ നിന്ന് അമേരിക്കയും ബ്രിട്ടനും പിൻവലിച്ചു.
ബഹ്റിനിൽ ഇപ്പം മനാമയിൽ ഉണ്ടായിരുന്ന കപ്പലുകൾ മുഴുവൻ അവിടെ നിന്ന് പിൻവലിച്ച് ഈ മെഡിറ്ററേനിയൻ ഈ സംഘർഷം നടക്കുന്ന മേഖലയിലേക്ക് വിന്യസിക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇസ്രയേൽ പേടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ആശങ്ക ചിലർക്കുണ്ടാവാം. പേടിക്കേണ്ട കാര്യമില്ല. കാരണം അപ്പുറത്തൊരു വലിയ സേന വന്ന് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യതപ്പെട്ട തയ്യാറായിരിക്കുന്ന ഒരൊറ്റ ഉത്തരവ്. ചിലർ പറയില്ലേ, നാഗ്പൂരിൽ നിന്നൊരു വിസിലടിച്ചാൽ മതി എന്ന് പറയുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സംഘപ്രവർത്തകർ പറയും, ഞങ്ങളൊക്കെ പ്രവർത്തിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, അത് നാഗ്പൂരിൽ തീരുമാനിച്ചാൽ ഞങ്ങൾ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ RSS പ്രവർത്തകർ പറയുന്ന പോലെ ഒരു കാര്യമാണ്. ഒരൊറ്റ ഉത്തരവ് കിട്ടിയാൽ ഇറങ്ങാൻ വേണ്ടി ഇപ്പുറത്ത് ഇസ്രയേലിന് വേണ്ടി നിൽക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? അമേരിക്കയുടെ 3 വിമാനവാഹിനി കപ്പലുകൾ, USS കാൾവിൻസൺ, USS നിമിസ്, USS ജെറാൾഡ് ഫോർഡ്. 3 വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഈ 3 വിമാനവാഹിനി കപ്പൽ എന്ന് പറയുമ്പോൾ അത് വിമാനവാഹിനി കപ്പൽ മാത്രമല്ല, അവർക്ക് വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണ്, ചക്രവർത്തിയാണ് പോകുന്നത്. അതിലൊരു പ്രോട്ടോക്കോളുണ്ട്, ഇത്ര അകമ്പടി വേണം, ഇത്ര സാധനങ്ങൾ വേണം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 3 വിമാനവാഹിനി കപ്പലുകളിലായിട്ട് ഒരു വിമാനവാഹിനി കപ്പലിൽ, അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലിൽ 7500 ഭടന്മാരുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3 വിമാനവാഹിനി കപ്പൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി മാത്രം വന്ന് കിടക്കുകയാണ്. ട്രംപിൻ്റെ ഉത്തരവ് മാത്രം മതി. അപ്പോൾ ഒരു വിമാനവാഹിനിയിൽ 7500 ഭടന്മാരുണ്ട്. 3 എണ്ണത്തിൽ വരുമ്പോൾ 22,500 ആർമി നേവി ഉദ്യോഗസ്ഥർ, നേവൽ മറീനുകൾ ഉൾപ്പെടെ. അതുകൂടാതെ ഒരു വിമാനവാഹിനിക്ക് 2 ക്രൂയിസർ ഷിപ്പുകൾ അകമ്പടി വരും. അങ്ങനെ വരുമ്പോൾ 6 ക്രൂസർ കപ്പലുകൾ, അകമ്പടി കപ്പലുകൾ. അതിന് പ്രിൻസൺ ഉണ്ട്, ലോക്കറുണ്ട്, നോർമാൻഡി ഉണ്ട്. അങ്ങനെ അത് 3 എണ്ണത്തിൻ്റെ പേരെ എനിക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ മിനിമം 6 കപ്പലുകൾ വിമാനവാഹിനിയുടെ കൂടെ ഉണ്ടാവും. തീർന്നിട്ടില്ല, ഓരോ വിമാനവാഹിനിക്കും അകമ്പടിയായിട്ട് 4 വീതം ഡിസ്ട്രോയർ ഷിപ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ 12 എണ്ണം വേറെ. അപ്പോൾ 3 വിമാനവാഹിനി, 6 ക്രൂയിസർ, 12 ഡിസ്ട്രോയർ. അതുകൂടാതെ ഓരോ വിമാനവാഹിനിക്കും 2 വീതം സബ്മറീനുകൾ കടലിനടിയിലൂടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 6 അന്തർവാഹിനികൾ. അത് ലോസ് ഏഞ്ചൽസ്, വെർജീനിയ ക്ലാസ്സിലുള്ള അന്തർവാഹിനികൾ. പിന്നെ ഓരോന്നിനും സപ്ലൈ ഷിപ്പുകൾ, ഓരോ വിമാനവാഹിനിക്കും 3 സപ്ലൈ ഷിപ്പുകളുണ്ട് ഉണ്ടാവും. ഈ സപ്ലൈ ഷിപ്പുകൾ പറഞ്ഞാൽ ആയുധങ്ങളൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും ഈ കപ്പലുകൾക്കും മറ്റും കൈമാറും. അത്തരം കപ്പലുകൾ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ മിനിമം ട്രംപിൻ്റെ ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് 30 കപ്പലുകൾ കടലിൽ വന്ന് കിടപ്പുണ്ട്. ഒരൊറ്റ ഉത്തരവ് മതി. ഇനി തീർന്നില്ല, കപ്പലുകളിൽ വിമാനവാഹിനികളില്ലേ, വിമാനവാഹിനികളിൽ ഓരോന്നിലും 44 മുതൽ 48 വരെ ഫൈറ്റർ ജെറ്റുകളുണ്ട്. അങ്ങനെ 3 എണ്ണത്തിൽ 44 വിമാനങ്ങൾ വെച്ച് കൂട്ടിയാൽ 132 യുദ്ധവിമാനങ്ങൾ വന്ന് കിടപ്പുണ്ട്. അതുകൂടാതെ EA-18G, E-2D തുടങ്ങിയ കാറ്റഗറിപ്പെട്ട ഹെലികോപ്റ്ററുകളും ഈ കപ്പലുകളിലുണ്ട്. ഇനി അതുകൂടാതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകളും മറ്റ് വിമാനങ്ങളോട് ചേർന്നാൽ 210-240 വിമാനങ്ങൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ 30 കപ്പലുകൾ, 6 അന്തർവാഹിനി, 240ഓളം ആകാശയാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ എല്ലാം വന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വിമാനവാഹിനി തന്നെ ഒരു വലിയ സേനാവ്യൂഹമാണ്. അത്തരം 3 എണ്ണം വന്ന് അവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഏതായാലും സംഘർഷം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആയുധം കിട്ടിയില്ലെങ്കിൽ, നിർണായക ലക്ഷ്യമായ ഫോർദോ തകർത്തില്ലെങ്കിൽ ഇസ്രായേൽ അങ്ങനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴും. ഇസ്രായേലിനെ അങ്ങനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാൻ അമേരിക്ക സമ്മതിക്കുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ ഒരു ട്രംപുമുണ്ട്. പക്ഷേ അമേരിക്കൻ സേന ഒരൊറ്റ പച്ച ലൈറ്റ് കത്തിയാൽ, ഗോ ഹെഡ് എന്നുള്ള ഒരൊറ്റ മുന്നോട്ട് പോകുമെന്നുള്ള ഒരൊറ്റ നിർദ്ദേശം കിട്ടിയാൽ നീങ്ങാൻ കൂടെയുണ്ട്. യുദ്ധം അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്താൻ പോകുന്നത് ഈ ശനി, ഞായർ, തിങ്കളാഴ്ച ദിവസങ്ങളിലായിരിക്കും. ഈ വരാൻ പോകുന്ന 3 ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ്റെ ഭാഗധേയം നിർണയിക്കപ്പെടുമെന്നാണ് ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഇറാൻ ഖമനേയി ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ
കീഴടങ്ങില്ല. അടിച്ചേൽപ്പിക്കുന്ന യുദ്ധവും അടിച്ചേൽപ്പിക്കുന്ന സമാധാനവും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കീഴടങ്ങുന്ന ട്രംപ് പറഞ്ഞതുപോലെ നിരുപാധികം കീഴടങ്ങലില്ല എന്ന് ഖമനയി ഇപ്പോഴും പറയുന്നു. ഒരു യോദ്ധാവ് എന്ന നിലയിൽ നമുക്ക് അതിനെ മാനിക്കണം. ഞാൻ തോൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നൊരു മനസ്സുണ്ടല്ലോ. അത് മതവർഗീയ ഭ്രാന്തിൻ്റെ അന്ധത കൊണ്ട് പറയുന്നതാണെങ്കിലും അതൊരു നിലപാടാണ്. ആ നിലപാടിനോട് നമുക്കൊരു ബഹുമാനമുണ്ട് കേട്ടോ. ഞാൻ തോക്കൊന്നുമില്ല, ഇത്രയും സന്നാഹം വന്ന് മുന്നിൽ നിന്നിട്ടും ഇല്ല, തോക്കില്ല, കീഴടങ്ങില്ല എന്ന് പറയുന്നൊരു മനസ്സിനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. കാരണം പക്ഷേ അത് സ്വഭാവം കൊണ്ട് പറയുന്നതല്ല. നമുക്ക് ഈ ഭൂമിയിലെ ജീവിതമൊന്നും പ്രശ്നമില്ല. ചത്ത് ചെന്നാലാണ് മധ്യപ്പുഴയിൽ നീന്തി ഹൂറിമാരുമായി അർമാദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ വിശ്വാസം കൊടുക്കുന്ന ബലമാണ്. പക്ഷേ അതിന് മറുപടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഗുഡ് ലക്ക്. ആ ഗുഡ് ലക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്ന് വീഴാൻ പോകുന്നതെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലോകമറിയാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.